ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ മൂന്നാമത്തെ കുട്ടിയുടെ ഡെലിവറി വീഡിയോ ആണ് കേട്ടോ. ഒരു ഡെലിവറി വ്ലോഗാണ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം. വീഡിയോ കാണാം. ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ ഡെലിവറി വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ. CS ആയിരുന്നോ, നോർമൽ ആയിരുന്നോ, ഹോസ്പിറ്റൽ എക്സ്പെൻസ് എത്രയായി, ഏത് ഡോക്ടറിനായിരുന്നു, അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടിയുള്ളൊരു ഉത്തരമാണ് കേട്ടോ ഈ വീഡിയോ. പിന്നെ നിങ്ങൾ ഈ കാണാൻ പോകുന്ന വീഡിയോസൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാനല്ല, എൻ്റെ ഫാമിലി തന്നെയുള്ളവരും പിന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ്, ആതിരാന്ന് പേരുള്ള സ്റ്റാഫാണ് കേട്ടോ. പുള്ളിക്കാരത്തേക്ക് ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ എനിക്ക് കുറേ നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആതിര, താങ്ക് യു സോ മച്ച്. അപ്പോൾ അതായത് എൻ്റെ 3rd ഡെലിവറിയാണ് കേട്ടോ. ഫസ്റ്റ് ഡെലിവറി ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു, ഹാഫ് ഗവൺമെൻറ് ഹാഫ് മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലായിരുന്നു അത്. സെക്കൻഡ് ഡെലിവറി ഒരു നോർമൽ പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. 3rd ഡെലിവറി ഞാൻ കിൻഡർ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. നമ്മുടെ തന്നെ കുറേ ബ്രൈഡ്സും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് കസിൻസൊക്കെ കൂടി റെഫർ ചെയ്താണ് കേട്ടോ ഈ ഹോസ്പിറ്റൽ. അത് കൂടാണ്ട് തന്നെ ഞാനിവിടെ കാണിക്കുന്ന ഡോക്ടർ സൂസൻ എന്ന് പേരുള്ള ഡോക്ടറാണ്. ഡോക്ടറിനെ എനിക്കൊരു 3 years ബാക്കായിട്ട് അറിയാം. അങ്ങനെ എനിക്ക് ഡോക്ടറും കൂടി ഞാൻ കൺസിഡർ ചെയ്തിട്ടാണ് കിൻഡർ ഹോസ്പിറ്റൽ ചൂസ് ചെയ്തത്. അതുമാത്രമല്ല, നമുക്ക് എന്താ പറയുക, പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് നമുക്കോ നമ്മുടെ കുഞ്ഞിനോ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതിനൊക്കെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് കാണിക്കാം. അതൊക്കെ കൊണ്ടാണ് ഞാൻ കിൻഡർ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ ഒരു കാര്യം ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, എൻ്റെ ആ ഒരു ഡെലിവറി ടൈമൊക്കെ അടുത്തപ്പോൾ ഫാമിലിയിലുള്ളവരും ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, റെസ്റ്റ് എടുത്തുകൂടെ, എന്തിനാണ് ഇനി പിന്നെ ഈ വർക്ക് ചെയ്യുന്നത് അങ്ങനെയൊക്കെ. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് അത് റെസ്റ്റായിട്ട് തോന്നുന്നത്. അല്ലാണ്ട് എനിക്ക് ചുമ്മാ വെറുതെ കട്ടിലിൽ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ചുമ്മാ ഇരിക്കുമ്പോഴോ എന്തൊക്കെയോ ഒരു വെപ്രാളം പോലെയാണ്. പിന്നെ ഈ പ്രഗ്നൻസി എനിക്ക് കൺഫേം ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു, ആ Day 1 തൊട്ട് ഡെലിവറി വരെ എനിക്ക് നല്ല ആക്റ്റീവായിട്ടിരിക്കണം. കാര്യം എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഫസ്റ്റ് 3 months ഞാൻ എങ്ങനെ സർവൈവ് ചെയ്തെന്ന് തന്നെ എനിക്ക് അറിയില്ല. അത്രത്തോളം എനിക്ക് ടയേർഡ്നെസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വോമിറ്റിംഗ് കുറവായിരുന്നു, പക്ഷേ ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്മെല്ലിൻ്റെ ഇഷ്യൂസും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഫസ്റ്റ് 3 months ആയിരുന്നു എനിക്ക് 9 months ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയാം. എനിക്ക് രാവിലെ എണീക്കാൻ തന്നെ എൻ്റെ അമ്മോ, എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ കേട്ടോ, അത്രയും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ അതൊക്കെ സർവൈവ് ചെയ്തു. പിന്നെ ഒരു 4, 5, 6 കാര്യങ്ങൾ കുഴപ്പമില്ലാണ്ട് പോയി. 7, 8 കുഴപ്പമില്ലായിരുന്നു. പക്ഷെ 9 month ആയപ്പോൾ എനിക്ക് നല്ല പെൽവിക് പെയിനും എന്താ പറയുക, നല്ല ലെഗ് പെയിനും വെരിക്കോസും അങ്ങനെ അതൊക്കെ വന്നു. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോണ അവസ്ഥയിലൊക്കെ ആയിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ എല്ലാം നന്നായിട്ട് തന്നെ നടന്നു. ലാസ്റ്റ് ഹോസ്പിറ്റൽ കുറച്ച് ഉള്ളിലായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിലോട്ട് നടക്കുവാണേ. അപ്പോൾ അതാ നമുക്കിനി കുറച്ച് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലെ വ്യൂസൊക്കെ കാണാവേ. നമ്മൾ കയറി ചെല്ലുന്ന ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനിലായിട്ടാണ്. പിന്നെ ഡോക്ടറിൻ്റെ OPയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ക്യാൻറ്റീനും ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. അതിൻ്റെ ബാക്കിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ചെറിയൊരു പ്ലേ ഏരിയ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ December 20th എൻ്റെ സർജറി ഡോക്ടർ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ December 19th ഒരു ഈവനിങ് ആയിരുന്നു ഞങ്ങൾ അഡ്മിറ്റ് ആയത്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 4 മണി 4:30 ആയപ്പോൾ അഡ്മിറ്റായി. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 8:30 ആണ് എനിക്ക് സർജറി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോൾ അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ടേക്ക് നടക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മളിവിടെ അഡ്മിറ്റായി കഴിഞ്ഞാൽ നമുക്ക്, അതായത് പേഷ്യൻറ്റിനുള്ള ഫുഡ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആയിരിക്കും തരുന്നത്. പിന്നെ നമ്മുടെ ബൈസ്റ്റാൻഡറിനുള്ള ഫുഡ്, അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങാം. എനിക്ക് തോന്നുന്നു ഞാനന്ന് അഡ്മിറ്റായ ദിവസം എനിക്ക് ചോറും പയറുതോരനും ചമ്മന്തിയും പിന്നെ എന്തൊക്കെയൊക്കെ വെജിറ്റബിൾ കറിയൊക്കെ ആയിരുന്നു ഫുഡായിട്ട് തന്നത്. നമുക്ക് എല്ലാ ദിവസവും ഡിഫറെൻറ്റ് മെനുവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ അന്ന് രാത്രി സത്യം പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെയോ ടെൻഷനാണോ എന്തൊക്കെയോ കൊണ്ട് ഉറക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന December 20th വെളുപ്പിന് 4 മണിയാണ്.
അപ്പം എന്നോടൊരു 5 മണിയൊക്കെ ആകുമ്പം ലേബർ റൂമിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടീൻ്റെ അനക്കം നോക്കാനൊക്കെ ആയിട്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. അതിൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പിന്നെ ലേബർ റൂമിലൊക്കെ പോയി അനക്കൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ പിന്നെ തിരിച്ച് റൂമിൽ വന്ന് നമുക്കൊരു മെഡിസിൻ തരും. അതിട്ട് നമ്മൾ കുളിച്ച് നല്ലപോലെ ഫ്രഷായിട്ട് നമ്മൾ സർജറിക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന കോലമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഞാനിതുപോലെ ഞാനും എൻ്റെ ഉമ്മയും മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ഞാനപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സർജറി ചെയ്യാൻ പോകുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, ഈ ഡെലിവറിക്ക് എല്ലാവരും എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ, ഇത് തീർച്ചയായിട്ടും ആൺകുട്ടിയായിരിക്കും. കാരണം നല്ല പോലെ കറുത്തു എന്ന് വെച്ചാൽ നല്ല എന്താ പറയുക, എന്നെ അത്ര എക്സ്ട്രീം ഡാർക്കായിട്ട് ഞാൻ ആദ്യമാണ് കാണുന്നത്. അത്രയും ഡാർക്കായിരുന്നു ഞാൻ. കഴുത്തൊക്കെ ആണെങ്കിലും നല്ല ഡാർക്കായിരുന്നു. അതുകൊണ്ട് എല്ലാവരും തന്നെ ആൺകുട്ടിയാണ് ഉറപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു മോളും 2 ബ്രദേഴ്സാണുള്ളത്. അപ്പം എനിക്ക് പേഴ്സണലി ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു സിസ്റ്ററും കൂടി വേണ്ടായിരുന്നു. ഞാനതിപ്പോൾ ഉമ്മയോട് എപ്പോഴും പറയാറുണ്ട്. എനിക്ക് ചെറുപ്പം തൊട്ടേ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എനിക്ക് സെക്കൻഡ് ഡെലിവറിയിൽ ഐസ പ്രസവിച്ചപ്പം ഗേളായിരുന്നപ്പം എനിക്ക് അയ്യോ അവൾക്കൊരു കൂട്ട് ഗേളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം തൊട്ടേ എല്ലാവരും നിനക്ക് ആൺകുട്ടിയാണെന്ന് ഇങ്ങനെ ഉറപ്പിച്ച് തറപ്പിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇതാണ് ആൺകുട്ടിയാണ്, ഇനി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുഴപ്പമില്ല, പഠിച്ചോ നമുക്ക് തരുന്നതല്ലേ. പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പെൺകുട്ടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഡെലിവറി ടൈമിൽ അവർ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞിനെ ആ ഒരു യൂട്രസിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ അവർ പരസ്പരം ഞാൻ പറയുന്നത് കേട്ടായിരുന്നു, പെണ്ണാണല്ലേ ഡോക്ടറെ എന്ന്. അത് കേട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഒട്ടും ചിന്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫാമിലിയുടെ സന്തോഷം കാണാം. ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ തന്നെ അവർ അനൗൺസ് ചെയ്യും ഫസ്റ്റ്. സോ എൻ്റെ ഫാമിലിയുടെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മിസ്സായിപ്പോയി. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പടച്ചവനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ജസ്റ്റ് കുഞ്ഞിനെ കാണിച്ചു കഴിഞ്ഞിട്ട് അതിനുശേഷം അവർ കുഞ്ഞിനെ ഇതുപോലെ ഒരു ബേസ്മെൻറ്റിലിട്ടിട്ട് നമ്മുടെ ഫാമിലിയിലാണ് കാണിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ വിഷ്വലൊക്കെ ഒന്ന് കാണാം. വെയിറ്റ് 3.09 അവരെല്ലാം എവിടെയോ എടുത്തോ മറട്ടെ. പപ്പായ വിളിക്കേ, വാങ്ങൂലേ. ലായില വാങ്ങി വിളിക്കാന്ന് പറയുന്നത് ലായില പറഞ്ഞ ഫോട്ടോ എടുക്കുക. ഓണടിച്ചില്ല ലോട്ടറി. തൊട്ട് കൊടുത്തോട്ടെ, കയ്യിലെടുത്ത് ഒരു വട്ടം ഒന്നുകൂടെ മതി പുറത്തേക്ക്.
അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ ഇവർ നമ്മൾ റൂം ഡെക്കറേറ്റ് ചെയ്യും കേട്ടോ. ബേബി ഗേൾ ആണെങ്കിൽ പിങ്കും അതുപോലെ തന്നെ ബേബി ബോയ് ആണെങ്കിൽ ബ്ലൂ ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ചക്കര വാവയ്ക്ക് ഫിൽസ മറിയോ എന്നാണ് കേട്ടോ പേരിട്ടത്. എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ പേരൊക്കെ കണ്ടെത്തിയിരുന്നത്. കഴിഞ്ഞ 2 പ്രഗ്നൻസിയിലും ഞാനായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആയതുകൊണ്ട് തന്നെ ഇക്ക പറഞ്ഞു ഇത്തവണ പേര് ഇടാമെന്ന് പറഞ്ഞു. പിന്നൊരു കാര്യം പറയാൻ പറ്റുന്നത്, ഞാൻ CS-ൻ്റെ കൂടെ തന്നെ ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ കൂടെ നടത്തിയായിരുന്നു കേട്ടോ. ഡെലിവറി സ്റ്റോപ്പ് ചെയ്തു, അതിൻ്റെ ഒരു സർജറിയും കൂടി അതിൻ്റെ ഒപ്പം തന്നെ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ വന്നതിന് ശേഷം ഇതുപോലെ വാവേനെ എല്ലാവരും കാണാനൊക്കെ വന്നിട്ടുണ്ടായിട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് ഒരുപാട് ഗിഫ്റ്റ്സൊക്കെ തരും കേട്ടോ. നമ്മൾ ഡിസ്ചാർജ് ആകുന്നവരെ നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ അതും ഇതൊക്കെ തന്ന് സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ന്യൂ ബോൺ ഷൂട്ടുണ്ട്. നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടൊരു ന്യൂ ബോൺ ഷൂട്ട് തരും. പിന്നെ ഇതുപോലെ ഒരു ഫോട്ടോ ഫ്രെയിം തരും. നമ്മുടെ ഹാൻഡ് പ്രിൻറ്റ്സും ബേബിയുടെ ഫുട് പ്രിൻറ്റ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിം. പിന്നെ നമ്മളെ ഒന്ന് പാമ്പർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ബ്യൂട്ടീഷ്യൻ വന്ന് നമുക്ക് ഫേഷ്യലും മസാജിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമും കൂടെ ആയതുകൊണ്ട് എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റും ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് എനിക്ക് തന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തന്ന് നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടേ അവരിയ്ക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ എനിക്കൊരു ട്രിപ്പൊക്കെ പോയി വന്ന ഒരു ഫീലായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് പോയി വന്നതിന് ശേഷം. പിന്നെ നമുക്കിനി കുറച്ച് ന്യൂ ബോൺ ഷൂട്ടിൻ്റെ ആ വിഷ്വൽസൊക്കെ ഒന്ന് കാണാം. അവർക്ക് അയച്ചു കസ്റ്റമറിന് ആണോ? അഡ്മിഷൻ ഡ്രസ് ഓക്കെ, മൂക്കൊന്നിട്ട് കണ്ണടച്ച് നിൽക്കണേ. കണ്ണടച്ച് ഞാനോ? ആ
നേരെ നോക്കാം ക്യാമറയിൽ ചെയ്യട്ടെ. ക്രിസ്മസ് വല്ലതും എടുക്കണോ? ക്രിസ്മസ് തീം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഹോസ്പിറ്റലിലെ വിശേഷങ്ങളൊക്കെ. പിന്നെ ബേബിക്ക് ചെറിയൊരു ന്യൂ ബോൺ ജോണ്ടിസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതുപോലെ ഫോട്ടോതെറാപ്പിയൊക്കെ ചെയ്യേണ്ട വന്നു കേട്ടോ. പിന്നെ 4th ഡേ ഞാൻ ഡിസ്ചാർജ് ആയി ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഡെലിവറി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. അതിൻ്റെ അകത്ത് ചില കൺഫ്യൂഷൻസ് വന്നതെന്ന് വെച്ചാൽ, ഞാനൊരു ഷോർട്സ് ഒക്കെ ഇട്ടപ്പോൾ എനിക്ക് അതിൽ വന്ന കുറച്ച് കമൻസിൻ്റെ ആൻസറാണ് കേട്ടോ. കുറച്ച് പേർക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. സോ ഞാൻ ഓർത്തു ഈ ഒരു ഡെലിവറി വീഡിയോയിൽ തന്നെ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ഏത് ഡോക്ടറിനെ കാണിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഡോക്ടർ സൂസനെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം അവിടെ കിൻഡർ ഹോസ്പിറ്റലിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, എന്തുകൊണ്ടാണ് ഡോക്ടർ സൂസനെ കാണിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആക്ച്വലി എനിക്ക് ഡോക്ടർ സൂസനെ സജസ്റ്റ് ചെയ്തത്, ചന്ദ്രിക സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ പോലെ ഉണ്ടല്ലേ, അങ്ങനെയൊന്നല്ല, എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ് കേട്ടോ ഡോക്ടർ സൂസനെ. അവളുടെ ഡെലിവറി ഡോക്ടറാണ് എടുത്തത്. അപ്പം അവൾ പറയുന്ന കേട്ടിട്ടാണ്, ഡോക്ടർ ഭയങ്കര കംഫർട്ടബിളാണ്, ആ ഒരു രീതിയിലാണ് ഞാൻ ഡോക്ടർ സൂസനെ ചൂസ് ചെയ്തത്. പിന്നെ അവിടെ ഇഷ്ടംപോലെ ഡോക്ടേഴ്സ്, കുറേ ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും നല്ലതാണ്. ഇന്ന ഡോക്ടറാണ് നല്ലത് അങ്ങനെ ഞാൻ പറയത്തില്ല, എല്ലാവരും നല്ലതാണ്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ധൈര്യമായിട്ട് കാണിക്കാം, കാരണം എല്ലാവരും അടിപൊളിയാണ് അവിടെ. പിന്നെ സൂസൻ ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഡോക്ടർ അത്യാവശ്യം ഇത്തിരി ഏജുള്ള ഡോക്ടറാണ്, പണ്ടത്തെ ഡോക്ടറാണ്. ബട്ട് സ്റ്റിൽ ഒരു യങ്സ്റ്റേഴ്സിനോട് നമുക്ക് എന്ത് വേണമെങ്കിലും ഡോക്ടറോട് ഷെയർ ചെയ്യാം. അത് ഭയങ്കര കാമായിട്ട് ഡോക്ടർ കേട്ടും മനസ്സിലാക്കി, നമ്മളെന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാലും അതൊക്കെ ഇത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇതെങ്ങനെയാണ് എന്നൊക്കെ പറയും. അല്ലാണ്ട് നമ്മളോട് ദേഷ്യപ്പെടുകയോ. ഇന്ന് വരെ ഡോക്ടർ എന്നോട് ഒരു ചെറിയ, ഞാൻ ചില പൊട്ടത്തരങ്ങളൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, പക്ഷേ ഡോക്ടർ എന്നോട് ഒരു വാക്ക് പോലും ദേഷ്യപ്പെട്ടിട്ടില്ല. പിന്നെ എൻ്റെ ഒരു സിസേറിയനായിരുന്നു 3rd ഡെലിവറി. അത് നേരത്തെ തന്നെ പ്ലാൻഡ് ആയിരുന്നു, കാരണം എൻ്റെ പ്രീവിയസ് ഡെലിവറി സിസേറിയൻ ആയതുകൊണ്ട് തന്നെ 3rd ഡെലിവറി കുറച്ച് ഗ്യാപ്പ് കുറവായിരുന്നത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞായിരുന്നു എനിക്ക് നോർമൽ മതി എന്നുള്ളത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇറ്റ് ഈസ് റിസ്ക്, അതുകൊണ്ട് നമുക്ക് സിസേറിയൻ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ സ്റ്റെറിലൈസേഷനും കൂടി ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെലിവറി സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഒരു സംശയം എന്ന് ചോദിച്ചാൽ, എല്ലാവരും എത്ര രൂപയായെന്നാണ് എന്നോട് ചോദിച്ചത്. എനിക്ക് ഇതെല്ലാ കാര്യങ്ങളും കൂടി എനിക്കൊരു 1 lakh അടുത്ത് വന്നിട്ടുണ്ട്. ലൈക്ക് എൻ്റെ ക്യാൻറ്റീൻ എക്സ്പെൻസ്, ഫുഡ് എക്സ്പെൻസ്, എൻ്റെ ബൈസ്റ്റാൻഡറിൻ്റെ എക്സ്പെൻസ്, ഇതെല്ലാം കൂടി എനിക്കൊരു 1 lakh അടുത്താണ് വന്നിരിക്കുന്നത്. ഇപ്പം ഈ വീഡിയോ ഞാൻ പറയുന്നത് ഒരു 1 year, ഇപ്പം എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സാവുന്നു. അപ്പം അത്രയും ഗ്യാപ്പുണ്ട്. സോ ഈ ഒരു ഗ്യാപ്പിൽ റേറ്റൊക്കെ കൂടാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് എടുക്കുന്നതെന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ആ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഞാൻ 2000 സംതിങ് ആ ഒരു റേറ്റ് വരുന്ന റൂമായിരുന്നു. 3000 ബിലോ ആയിരുന്നു. ഞാൻ കറക്റ്റ് എക്സാക്റ്റ് ഓർക്കുന്നില്ല ഞാൻ. ആ ഒരു റൂമായിരുന്നു കേട്ടോ.
അതുപോലെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ബേബിക്ക് മഞ്ഞപ്പുണ്ടായിരുന്നു. ഈ മഞ്ഞപ്പുള്ളതുകൊണ്ട് അവളെ മറ്റേ ആ ഒരു നമ്മളെ ഫോട്ടോതെറാപ്പിക്ക് വെക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ എക്സ്പെൻസും ഒക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ബില്ലിൽ തന്നെ. അപ്പം അതൊക്കെ കൂടി ചേർന്നാണ് എനിക്ക് 1 lakh ആയിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഗർഭിണികളൊക്കെ ആയിരിക്കും കൂടുതൽ ഈ വീഡിയോസ് കാണുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ ഡെലിവറി ഹാഫ് ഗവൺമെൻറ് ഹാഫ് പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. രണ്ടാമത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. ഇതിപ്പോൾ എൻ്റെ ലാസ്റ്റ് ചാൻസ് ആയതുകൊണ്ട് ഞാൻ കരുതി നമ്മുടെ ആലപ്പുഴയിൽ തന്നെ നല്ല ബെസ്റ്റ് ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു പാമ്പറിങ് ഒക്കെ എന്താണെന്നൊന്നും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം ഞാൻ ഈ ഒരു 3 കാറ്റഗറി കൂടി വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇതിൽ ഈ 3 എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 101% ഞാൻ റെക്കമെൻഡ് ചെയ്യും കിൻഡ് ഹോസ്പിറ്റൽ. കാരണം നമ്മളൊന്നും പേടിക്കണ്ട, നമ്മളതാ ഇങ്ങനെ കൈവെള്ളേ കൊണ്ട് അവർ നടന്നോളും. പിന്നെ നമ്മൾ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഒരു ആപത്തും നമുക്കും നമ്മുടെ കുഞ്ഞിനും വരാണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അതൊക്കെയാണ് നമ്മളെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചിലവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഫസ്റ്റ് ഡെലിവറി നോർമലായിരുന്നു, പിന്നെ ബാക്കിയുള്ള 2 ആയിരുന്നു സിസേറിയൻ വന്നത്. അപ്പോൾ എന്നോട് മിക്കവരും ചോദിച്ചിരിക്കുന്ന സിസേറിയൻ എന്നാ സുഖമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും പറയുവാണ്, നിങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക നോർമലാകാൻ. കാരണം അത്രയും ബുദ്ധിമുട്ടാണ് സിസേറിയൻ. നമുക്ക് ഒരാളുടെ സഹായമില്ലാണ്ട് ഒന്ന് നമ്മുടെ കുഞ്ഞിനെ ഒന്ന് പിടിക്കാനോ ഒന്ന് പാല് കൊടുക്കാനോ ഒന്ന് ടോയ്ലറ്റിൽ പോകാനോ ഇതൊക്കെ ഒരാളുടെ സഹായം നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം ഞാൻ ആ ഒരു വേദന സഹിച്ചൊക്കെ തന്നെ ഞാൻ എഴുന്നേറ്റ് നടന്ന് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. നോർമൽ ഭയങ്കര ഈസിയാണ് കേട്ടോ, ഭയങ്കര ഈസിയാണ് നോർമൽ. ഞാൻ വെറുതെ പറയില്ല, വേദനയുണ്ട്, വേദന ഇല്ല എന്ന് പറയുന്നില്ല, നല്ല വേദനയാണ്. നമ്മൾ ചത്തുപോകും, അത്ര വേദനയാണ്. നമ്മളപ്പം എല്ലാം നമ്മൾ ആകെ ബ്ലാങ്ക് ആയി പോകുന്ന ഒരു നിമിഷമാണത് വേദന കൊണ്ട്. പക്ഷെ നമുക്കത് സഹിക്കാനുള്ള ആ ഒരു പവർ നമുക്ക് നമ്മുടെ ദൈവം തരും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നോർമലാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക മാക്സിമം. സിസേറിയൻ എന്ന് വെച്ചാൽ അപ്പം കാര്യം നമ്മളൊന്നും അറിയത്തില്ല. അതിന് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട് കേട്ടോ, സോറി കേട്ടോ, അപ്പുറത്തെന്തോ പണി നടക്കുന്നതാണ്. സിസേറിയൻ്റെ എനിക്ക് ഒരു വേദന എന്ന് വെച്ചാൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അവിടെ ഒരു ട്യൂബ് ഇടും. അപ്പോൾ എനിക്ക് അതൊക്കെ ഒരു ഡിസ്കംഫേർട്ടാണ്. അതൊക്കെ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു ഡിസ്കംഫേർട്ടായിട്ട് തോന്നി. അതാണ് ഇത്തിരി വേദന അറിഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വേദന. പിന്നെ നമുക്ക് അനസ്തേഷ്യ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ കുനിച്ച് നിർത്തിയ ഒരു അനസ്തേഷ്യ തരും. അപ്പം അതും എനിക്ക് ചെറിയ ഒരു ഒരു ഉറുമ്പടിക്കുന്ന വേദന. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും അറിയത്തില്ല കേട്ടോ, ഒന്നും അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ മരവിപ്പൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഒരു വേദനയുണ്ട്, അമ്മേ, നമുക്ക് പറയാൻ പറ്റത്തില്ല. വലിഞ്ഞ് കീറുന്ന ഒരു വേദനയാണ്. ഈ നോർമലിലെ വേദന എന്ന് വെച്ചാൽ ആ ഒരു ഒറ്റ സമയത്ത് വേദനയുള്ളൂ, അത് കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ചാടി നടക്കാം. പക്ഷേ സിസേറിയൻ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഈ ഒരു വേദന ഒരു 10-20 ദിവസം എടുക്കും നമ്മളൊന്ന് മറ്റുള്ളവരെ സഹായം ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പതിയെ ചെയ്ത് തുടങ്ങാനൊക്കെ തന്നെ. അപ്പോൾ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, എനിക്ക് സിസേറിയൻ മതി ഡോക്ടറെ, എനിക്ക് നോർമൽ വേണ്ട, എനിക്ക് പേടിയാണ്. ഒന്നുമില്ല, നോർമൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റും. എനിക്ക് താങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും താങ്ങാൻ പറ്റും, ഉറപ്പായിട്ടും. ഞാനൊന്നത് ഞാനൂല് പോലെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും താങ്ങാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ അതൊക്കെ പറയാം. അപ്പം ഇതൊക്കെയാണ് എനിക്ക് അവിടെ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്. എനിക്ക് നെഗറ്റീവ് എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്കൊന്നുമില്ല കേട്ടോ. എനിക്കെല്ലാം അവിടെ ഇഷ്ടപ്പെട്ടു, ഒരുമാതിരിപ്പെട്ട എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.